ശ്രീ കെ ജെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമായി കാണേണ്ടത് ഒരു ക്ഷേമ പദ്ധതി ഇല്ലാതാകുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളാണ്. ഇപ്പോൾ ഇതാ ലൈഫ് പാർപ്പിട പദ്ധതിക്ക് പണം ഗുണഭോക്താവ് നൽകണം, അതിൻ്റെ സൗജന്യ സ്വഭാവം ഇല്ലാതാക്കി. എന്നിട്ടോ മോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ മോദിയുടെ ലോഗോയും വെക്കണം. അത് നേരത്തെ വലിയ വിവാദമായതാണ്, അത് വെക്കണമെന്ന് ഉത്തരവ് ഇറങ്ങിയിരിക്കും. കെ ജെ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മളൊരു മോദിയുടെ ലോഗോ വെക്കണം എന്നുള്ളത് അവര് തരുന്ന PMAYയിൽ നമുക്ക് തരുന്ന പണത്തിന്റെ ഭാഗമായിട്ട് മോദിയുടെ ലോഗോ വെക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർബന്ധമാണ്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു LDF സർക്കാരിന്റെ കാലത്ത് നടന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഒരു ലോഗോ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെക്കും, ഫോട്ടോ എടുത്ത് കേന്ദ്ര സർക്കാർ അയക്കും, ആ ലോഗോ എടുത്ത് മാറ്റി വെക്കും. അതാണ് പ്രാക്ടിക്കലി നടന്നുകൊണ്ടിരുന്നത്. അത് കേന്ദ്രത്തിലുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്കും അറിയാം. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അത് കണക്കാക്കുന്നതെങ്കിൽ എനിക്കതിന്റെ വിരോധമില്ല. പക്ഷെ ഇതിന് ഞാൻ കണ്ടിടത്തോളം UDF ഇതിനെ അങ്ങ് ഡിഫെൻഡ് ചെയ്യുകയാണ്. അവർക്ക് അതിനകത്ത് വ്യത്യാസം മനസ്സിലാകുന്നില്ല. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഗുണഭോക്താവിന്റെ ഭാഗത്ത് നിന്നും 1 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുമ്പം അത് കൊടുക്കാൻ പറ്റാത്ത മനുഷ്യർക്കാണ് ഈ വീട് കിട്ടുന്നത് എന്നുള്ള കാര്യം അംഗീകരിക്കുന്നേയില്ല. ഇത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ഇടപെടുന്നു. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ഇടപെടുന്നു. ഇപ്പം ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ അത് സിസ്റ്റം നോക്കിക്കൊള്ളും എന്നുള്ളതല്ല പറയുന്നത്. അതിന് സിസ്റ്റം ഉണ്ട്, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ ഒരു സമൂഹം എന്ന നിലയ്ക്കാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നത്. അതിനെയൊക്കെ ഓരോന്നായിട്ട് ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഫലം നമ്മൾ കഴിഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പ് വഴി നമ്മൾ കാണുന്നുണ്ടായി. ഇതിപ്പോ അടുത്തതിലേക്ക് എന്നുള്ളതാണ്. ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ ഒരുമിച്ചാണ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്. ഇതാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് പണ്ട് ഇല്ലാണ്ടായിപ്പോയതും ഈ രാജ്യത്ത് മുഴുവൻ വലിയ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായതും. തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നം തൊഴിലില്ലാത്തവരുടെ പ്രശ്നം മാത്രമല്ല എന്നും അത് സമൂഹത്തിന്റെ പ്രശ്നമാണ് എന്നും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഇടതുപക്ഷ മനസ്സ് വേണം. അതില്ലാതെ വരുമ്പോഴാണ് തൊഴിലില്ലാത്തവൻ പാറ്റയും കൂറയും ഒക്കെ മാറുന്നത്, കയ്യിൽ കാശില്ലാത്തവന് വീട് വേണ്ട എന്നുള്ളത് വരുന്നത്, നിങ്ങൾക്ക് പ്രകൃതി ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ടോണം എന്ന് പറയുന്നത്. അങ്ങനെ അല്ല എന്നൊരു സിദ്ധാന്തം മുമ്പോട്ട് വെക്കുകയും കേരളത്തിന്റെ പൊതുവെയുള്ള ഇടതുപക്ഷ മനസ്സ് അതിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്താണ് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടത്. ഈ സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പതുക്കെ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വിധി നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി വെച്ച വിധി എന്ന് മാത്രമായിട്ട് അത് കണക്കാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് മനുഷ്യന്റെ അന്തസ്സിനെ ഹരിക്കുന്നതാണ്. മനുഷ്യന്റെ അന്തസ് എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. സിസ്റ്റം ഒക്കെ അങ്ങനെ കിടക്കും. ഇതേ നിബന്ധന കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന സർക്കാരിട്ടുണ്ടായിരുന്നു. നമ്മളാരും ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി, കാരണം അത് നരേന്ദ്രമോദിയുടെ ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഈ ഫോട്ടോ വേണം. കാരണം പണ്ട് കോവിഡ് സർട്ടിഫിക്കറ്റിൽ തന്നെ ഫോട്ടോ വെച്ച ആളാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ അതിനകത്ത് വേറെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചില എക്സിജൻസി ചില പ്രത്യേകതകളുണ്ട്. കാരണം ഇത് ശരിക്കും ഉള്ളതാണെന്ന് അറിയണം, ഇത് ശരിക്കും തട്ടിപ്പുകാരനല്ല. പക്ഷെ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ടെക്നോളജിക്കലായിട്ടുള്ള വഴികളുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിച്ചെന്ന് വിചാരിക്കാം. മനുഷ്യന്റെ അന്തസ്സിനെ ഹരിക്കാത്ത വിധത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകളും പാലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു വഴി ഇവിടെ ഉണ്ട്. ആ വഴി അന്വേഷിക്കണമല്ലോ. അവന്റെ തന്നെ പണമാണല്ലോ അവന് ക്ഷേമമായി എത്തുന്നത്. അതാണ്. അപ്പൊ അത് ഒരു സമൂഹം എന്ന നിലയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള വളരെ അടിസ്ഥാനപരമായിട്ടൊരു ദർശനം ഈ സർക്കാരിന് ഇല്ല. അത് വരുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നിനു പറയുക ഒന്നായിട്ട് ഇനിയിപ്പത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അന്തസ്സോടുകൂടി അവർക്കൊരു തൊഴില്, വരുമാനം, ഒരു പ്രൊഫഷൻ, മുമ്പോട്ട് പോകാനുള്ള വഴി ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിനെ ഇപ്പൊ പലയിടത്തായിട്ട് അതിനിട്ടിപ്പോ പാരപെടുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ സർക്കാർ മാത്രമല്ല അതിനു മുമ്പുണ്ടായിരുന്ന UDF സർക്കാർ പോലും ഉണ്ടാക്കിക്കൊണ്ടുവന്നിരുന്ന കുറെ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത കുറെ മനുഷ്യർ അധികാരത്തിൽ കയറിയിട്ട് അത് ഓരോന്നായിട്ട് പതുക്കെ അത് ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. അത് പൊളിച്ചെടുക്കുക എന്നുള്ളതായിട്ട് പറയുന്നത് പോലെ ഓരോന്നോട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യന്തം ഖേദകരമായ കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിന്റെ അകത്ത് കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾക്കുള്ളിൽ മനുഷ്യന്റെ അന്തസ്സ് മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. ഈ സർക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ
കേരളത്തിലെ മനുഷ്യരെ മുഴുവൻ വിറ്റ് കാശ് കൊണ്ട് വാങ്ങിയ സർക്കാരല്ല. കേരളത്തിലെ മനുഷ്യർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവന്ന സർക്കാരാണ്. ആ മനുഷ്യരോട് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഏത് പാർട്ടിയായാലും ശരി, അവർക്ക് തോന്നുന്ന പോലെ മനുഷ്യരുടെ അന്തസ്സിന്റെ പുറത്ത് കളിക്കാനുള്ള ഒരു മാൻഡേറ്റും അവർക്കില്ല. ആ അന്തസ് ഉയർത്തിപ്പിടിക്കാനുള്ള മാൻഡേറ്റാണ് ജനങ്ങൾ അവർക്ക് കൊടുക്കുക. അല്ലാതെ അവർ വിട്ടുകൊടുത്ത് സ്വയം കൊടുത്ത മനുഷ്യർ കേരളത്തിലെ മനുഷ്യർ മുഴുവൻ ഇല്ലാണ്ടായി പോയിട്ടുണ്ടാക്കിയ സർക്കാരല്ല. ആ മനുഷ്യർക്ക് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അവരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നുള്ള കാര്യം സർക്കാരിലിരിക്കുന്ന മനുഷ്യർ ഓർത്താൽ എല്ലാവർക്കും വേണം.